ഞാൻ അഷിൻ രാജ്, കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് വരുന്നു. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തിയാണുള്ളത്. അച്ഛൻ കൂലിപ്പണി ചെയ്യുന്നു, അമ്മ ആശാ വർക്കറായി പ്രവർത്തിക്കുന്നു, അനിയത്തി +2 സയൻസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ബല്ല ഈസ്റ്റിൽ +2 കൊമേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ITI ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത് ഇരിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് വഴി കേരള സർക്കാർ സൗജന്യമായി നടത്തുന്ന ഈ കോഴ്സിനെ പറ്റി ഞാൻ അറിയുന്നത്. അങ്ങനെ ഞാൻ പാലക്കാടുള്ള AMDയിലേക്ക് വിളിച്ചന്വേഷിച്ച് 6 മാസത്തേക്കുള്ള ഗ്രാഫിക് ആൻഡ് വെബ് ഡിസൈൻ കോഴ്സിലേക്ക് ഞാൻ ജോയിൻ ചെയ്തു. ഞാനിവിടെ വന്നതിന് ശേഷം എനിക്ക് സുഹൃത്തുക്കളെ പരിചയപ്പെടാൻ പറ്റി. ഇവിടുത്തെ ലാബ് സൗകര്യങ്ങൾ നല്ലതായിരുന്നു. രാത്രി സമയങ്ങളിലൊക്കെ വർക്ക് ചെയ്ത് ഞങ്ങളുടെ പ്രൊജക്റ്റ് കൂടാതെ എക്സ്ട്രാ വർക്കുകളും ചെയ്യാൻ സാധിച്ചു. ഫോട്ടോഷോപ്പ് പഠിക്കാൻ ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നത്. എന്നാൽ ഫോട്ടോഷോപ്പ് കൂടാതെ അഡോബ് ഇല്ലുസ്ട്രേറ്റർ, ഇൻഡിസൈൻ, അഡോബ് XD, ഡ്രീം വീവർ തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ ഇവിടെ നിന്ന് പഠിച്ചെടുത്തു. സോഫ്റ്റ്വെയർ സ്കിൽ കൂടുതൽ മെച്ചപ്പെടുത്താനും ഇവിടെ നിന്ന് തന്നെ സാധിച്ചു. ഫോട്ടോഗ്രാഫി ക്ലാസ് ഉണ്ടായിരുന്നു. നല്ല അനുഭവമാണ് എന്നിലുണ്ടാക്കിയത്. ഇവിടുത്തെ സാറുമാർ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. എനിക്ക് ഏത് സമയത്ത് എന്ത് കാര്യങ്ങൾ ചോദിച്ചാൽ അവർ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഇവിടുത്തെ സോഫ്റ്റ് സ്കില്ല് എന്നിലുള്ള ചമ്മലും മടിയൊക്കെ മാറ്റി എടുക്കാൻ സഹായിച്ചു. മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ ഒരു ഇൻ്റർവ്യൂവിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടി. ലോഗോസും പോസ്റ്റേഴ്സും എല്ലാം ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. പക്ഷേ അതെങ്ങനെ ചെയ്യുന്നുള്ള ഒരു ഐഡിയയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് അതിൻ്റെ പിന്നിലുള്ള സ്റ്റെപ്പുകൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതൊരു നല്ല അനുഭവമായിരുന്നു എനിക്കുണ്ടാക്കിയത്. ഇവിടുത്തെ താമസവും ഭക്ഷണവും സൗജന്യമായിരുന്നു. ഇവിടുത്തെ 6 മാസത്തെ പഠനം നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ നല്ല അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് ഉണ്ടായത്. നിതാനി കമ്പനിയുടെ ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ എനിക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്തു. അടുത്ത ആഴ്ച ഞാൻ ഗ്രാഫിക് ഡിസൈനറായി ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഇതിൽ എന്നെ സഹായിച്ച കേരള സർക്കാരിനോടും SD ഡിപ്പാർട്ട്മെൻറ്റിനോടും AMDയോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു.